ഒത്തിരി സന്തോഷമുണ്ട്. ഈ കോഴ്സ് ചൂസ് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞത് ഭയങ്കര പാടാ, കിട്ടാൻ ഭയങ്കര പാടാന്നൊക്കെയാ. അപ്പോൾ ഇപ്പം അവരെയൊക്കെ മുൻനിർത്തി നിന്ന് ജയിച്ച് നിൽക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. 10th കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ഫസ്റ്റ് ടൈം CA കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സായിട്ട് തോന്നി. പിന്നെ എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന്. കുഞ്ഞു ക്ലാസ്സിലൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും എന്നുള്ളതല്ലാതെ ഈ വലിയതായതിനു ശേഷം നമ്മൾ പഠിക്കുക എന്ന് അങ്ങനെ പുറകെ നടന്ന് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവരെ എടുത്തിട്ടുള്ള ഡിസിഷനിൽ ബെസ്റ്റ് AAA ആയിരുന്നു. അവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും എനിക്ക് ഒന്നും അറിയാണ്ട് പോയതാ, പക്ഷെ നല്ല ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു AAA. എനിക്ക് ഫെബ്രുവരി മുതൽ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞ്, അപ്പോഴും പിന്നെ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് അപ്പോഴും പിന്നെ പഠിക്കാനൊന്നും നല്ല ബുദ്ധിമുട്ടി. അപ്പോഴെല്ലാവരും പറഞ്ഞ് ഈ CAക്ക് ഒന്നും വിടരുത്, ഈ കൊച്ചിന് ഒരു കാലത്ത് കല്യാണമൊക്കെ കഴിച്ച് അയക്കാനുള്ളതല്ലേ, അന്നേരം ജോലിയൊന്നും കിട്ടത്തില്ല, ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ചേർക്കരുതെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്ക് എന്തായാലും സന്തോഷമായി. കൺഗ്രാജുലേഷൻസ്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ കോഴ്സ് ചൂസ് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞത് ഭയങ്കര പാടാ, കിട്ടാൻ ഭയങ്കര പാടാന്നൊക്കെയാ. അപ്പോൾ ഇപ്പം അവരെയൊക്കെ മുൻനിർത്തി നിന്ന് ജയിച്ച് നിൽക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. 10th കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ഫസ്റ്റ് ടൈം CA കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സായിട്ട് തോന്നി. പിന്നെ എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിലോട്ട് വരുന്നത്. സാധാരണ ഞാൻ എവിടെ പോകുന്നെങ്കിലും എന്ത് പഠിക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും ഒരു അനലൈസ് ഒക്കെ ചെയ്താൽ പോവാറ്. പക്ഷേ AAAൻ്റെ കാര്യത്തിൽ എൻ്റെ ഫ്രണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു, കൂടെ ചെന്നതാണ് ഞാനും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവരെ എടുത്തിട്ടുള്ള ഡിസിഷനിൽ ബെസ്റ്റ് AAA ആയിരുന്നു. അവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും എനിക്ക് ഒന്നും അറിയാണ്ട് പോയതാ, പക്ഷെ നല്ല ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു AAA. ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരാണെങ്കിൽ ക്ലാസ് മാത്രമല്ല തരുന്നത്, ഞങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യും. അവർ നമ്മളെ കേപ്പബിൾ ആക്കും. അതുപോലെ തന്നെ മോട്ടിവേഷൻ. എനിക്ക് അത്രയും നാൾ ഒരു ഇൻസ്പിറേഷൻ, ഒരു റോൾ മോഡൽ എന്ന് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റീസിനെ കണ്ടപ്പോൾ മോട്ടിവേറ്റഡായി, ഇൻസ്പയർഡായി. അതുപോലെ തന്നെ ഇപ്പോൾ ലോ ഒക്കെ ആണെങ്കിൽ എനിക്ക് വീട്ടിൽ വന്ന് ഒത്തിരി എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ക്ലാസ്സിൽ വെച്ച് തന്നെ ലോ ആണെങ്കിലും ടാക്സ് ആണെങ്കിലും ഒക്കെ ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ട് എനിക്ക് അധികം എഫേർട്ട് എടുക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. കുഞ്ഞു ക്ലാസ്സിലൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും എന്നുള്ളതല്ലാതെ ഈ വലിയതായതിനു ശേഷം നമ്മൾ പഠിക്കുക എന്ന് അങ്ങനെ പുറകെ നടന്ന് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഈ CA കോഴ്സാണെങ്കിൽ തന്നെയും ഞാൻ അറിയത്തില്ല എപ്പോഴാണ് ഇവൾ ഉണരുന്നത്, ഉറങ്ങുന്നത്, എങ്ങനെ ഒന്നും. അപ്പം നല്ല മിടുക്കിയായിരുന്നു പണ്ട് കാലം മുതൽ. ഞാൻ അറിയത്തില്ല ഇവർക്ക് എവിടെയാണ് തിരഞ്ഞെടുക്കുന്നതും എല്ലാം സ്വയമാണ്. അത് ഇതുവരെയും തെറ്റിയിട്ടില്ല. മാറിവാനിയസ് ആണെങ്കിലും AAA ആണെങ്കിലും തെറ്റിയിട്ടില്ല. അവിടെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ എല്ലാവർക്കും ഡിഫറെൻറ്റ് സ്റ്റൈൽസാണ് പഠിപ്പിക്കുന്നതിൽ. ആൻഡ് അത് ഭയങ്കര സക്സസ്ഫുള്ളുമാണ്. അവരെങ്ങനെ നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നു എന്ന് എനിക്ക് അത്ഭുതമാണ്. കാരണം വീട്ടിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് അധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ AAAന്ന് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ചെയ്താൽ നമ്മളൊരു 70% കംപ്ലീറ്റ് ആയി നമ്മളെ പഠിത്തം. ഞാൻ അതും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇപ്രാവശ്യം പാസ്സായത്. മോൾക്കിത് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ആദ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ തന്നെ ആയിരുന്നു ആദ്യ സമയത്തും. അപ്പോഴേ എനിക്ക് ഫെബ്രുവരി മുതൽ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞ്, അപ്പോഴും പിന്നെ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് അപ്പോഴും പിന്നെ പഠിക്കാനൊന്നും നല്ല ബുദ്ധിമുട്ടി. വീട്ടിലെ കാര്യങ്ങളും ഫുള്ളും അശ്വിനിയുടെ ചുമലിലായിരുന്നു. അപ്പോഴും പിന്നെ പഠിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. അങ്ങനെയാണ് ഫസ്റ്റിൽ ഒന്നും കിട്ടാതെ പോയത്. എന്നാലും മാർക്ക് അപ്പോഴും കുറവല്ലായിരുന്നു. അച്ഛൻ നിലത്തൊന്നും അല്ലായിരുന്നു ആ സമയത്ത്. ഈ ഫാമിലിയിൽ ഫസ്റ്റ് ആളാണ് CA കോഴ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് CA എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ആയില്ല എങ്കിലും ഒരു ഹാഫ് വേ ജേണി കഴിഞ്ഞല്ലോ. അപ്പം ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഫാമിലി മൊത്തത്തിൽ. അച്ഛൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. മെക്കാനിക്കൽ സൂപ്പർവൈസറാണ് ഹൈഡ്രോ പവർ പ്ലാന്റിൽ. എല്ലാവരും എൻ്റെ കൂടെയും പറഞ്ഞു ഇവർക്ക് സയൻസിന് നല്ല മാർക്കുണ്ടായിരുന്നു 10th ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് ഈ സയൻസ് ഗ്രൂപ്പിലോട്ട് അങ്ങനെ വിടുന്നതായിരുന്നു താല്പര്യം.
അപ്പോഴെല്ലാവരും പറഞ്ഞ് ഈ സി എക്ക് ഒന്നും വിടരുത്, ഈ കൊച്ചിന് ഒരു കാലത്ത് കല്യാണമൊക്കെ കഴിച്ച് അയക്കാനുള്ളതല്ലേ, അന്നേരം ജോലിയൊന്നും കിട്ടത്തില്ല, ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ചേർക്കരുതെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്ക് എന്തായാലും സന്തോഷമായി. ഈ കോഴ്സിനെ പറ്റി അറിയുന്നവർ പൊതുവെ കുറവാണ്. അപ്പോൾ ഒരു എക്സാം പാസ്സായില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ വിചാരിക്കുന്ന എന്തോ വലിയ തോൽവിയാണ്, നമുക്കേ ഇതിൻ്റെ സ്ട്രഗിളും ഇതിങ്ങനെയാണ് പഠിച്ച് കയറേണ്ടതാണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. അപ്പം അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് പോയപ്പോഴത്തേക്കും കളിയാക്കലുകളുണ്ടായിരുന്നു. എന്തായാലും ഗീവപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലായിരുന്നു, അതുകൊണ്ടിപ്പം ജയിച്ചു.